റോഡ് കെട്ടിയടച്ച് പാർട്ടി സമ്മേളനം നടത്തിയ കേസിൽ പാർട്ടി നേതാക്കൾ ഹാജരാകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം. കൊച്ചിയിലെ സംഭവം, തിരുവനന്തപുരത്തെ സംഭവം, പത്തനംതിട്ടയിലെ സംഭവം ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതായി തന്നെ വിമർശനമായി ഉന്നയിക്കപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിൽ റോഡ് അടച്ചു കെട്ടി CPMന്റെ ഏരിയ സമ്മേളനം, പാർട്ടി സമ്മേളനം, ജില്ലാ സമ്മേളനം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ അടക്കം ആദ്യമേ ജനശ്രദ്ധയിൽ വന്നു. അത് വലിയ വിവാദമായിരുന്നു. പിന്നാലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ സമ്മേളനങ്ങളൊക്കെ നടത്തി വഴിയടച്ച് സമരമാർഗങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിലാണ് ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തുന്നത്. പാർട്ടി നേതാക്കൾ എത്തണം, നേരിട്ട് ഹാജരാകണം എന്നാണ് അറിയിക്കുന്നത്. റിയയുണ്ട്. റിയ, ഇപ്പോൾ ഏതൊക്കെ കേസ് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ നേതാക്കൾ ഹാജരാകണമെന്ന് എടുത്തു പറയുന്നത്? ഏതൊക്കെ നേതാക്കൾ ഹാജരാകണമെന്ന് അവരുടെ പേരുകൾ മറ്റോ പരാമർശിച്ചിട്ടുണ്ടോ കോടതി? വഞ്ചൂരിൽ CPM റോഡ് കെട്ടിയടച്ച് നടത്തിയ സമരത്തിന് ഹൈക്കോടതി കേസെടുക്കുകയും വലിയ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം സമാനമായ രീതിയിൽ റോഡ് കെട്ടിയടച്ചും വഴി തടസ്സപ്പെടുത്തിയും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ വിവിധ സമരങ്ങളും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളുമാണ് കോടതി പരിഗണനയ്ക്കെടുത്തത്. അതിലാണിപ്പോൾ CPMന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുറമെ കേസ് MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഹാജരാകണമെന്നതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ നേതാക്കളുമുണ്ട്. എറണാകുളം DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ്, അതോടൊപ്പം തന്നെ എറണാകുളം MLA ആയ TJ വിനോദ്, അത് കൊച്ചി കോർപ്പറേഷന് മുമ്പിൽ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് ഷിയാസിനെയും അതോടൊപ്പം തന്നെ TJ വിനോദും ഹാജരാക്കണമെന്ന് കോടതി വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്തെ റോഡ് കെട്ടിയടിച്ചുള്ള സമരവുമായി ബന്ധപ്പെട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ MLA, വി ജോയി MLA, VK പ്രശാന്ത് MLA അടക്കമുള്ളവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും ഹൈക്കോടതിക്ക് മുമ്പാകെ നേരിട്ട് ഹാജരായി സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കണം. അതായത് DGPയും ചീഫ് സെക്രട്ടറിയും ഒഴികെയുള്ള മുഴുവൻ ആളുകളോടും, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തവരും അതിന് നേതൃത്വം കൊടുത്തതുമായ മുഴുവൻ ആളുകളോടും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടത്. അതായത് ഒരു കടുത്ത നടപടിയിലേക്ക് ഈ റോഡ് കെട്ടിയടച്ചുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനോട് വിശദീകരണം തേടുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ വേദിയിലിരുന്ന ആളുകളുടെ പേരൊന്നും അറിയത്തില്ല, അവരെ കണ്ടാലറിയാവുന്ന ആ രീതിയിലാണ് പോലീസ് ഈ സംഭവത്തെ ആദ്യം കണ്ടത്. അങ്ങനെ കൈയൊഴിയുന്ന രീതിയിലേക്കായിരുന്നു. പിന്നീട് കോടതി ശക്തമായ ഇടപെടൽ നടത്തി നന്നായ രീതിയിൽ, കർശനമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഫോളോ അപ്പ് ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചതിന് ശേഷമാണ് നടപടികളിലേക്ക് പോയത്. ഇപ്പോൾ ഈ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും അവിടേക്ക് എത്തണം എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തോടെ കണ്ടെത്തിയിരിക്കുന്ന ഇതൊക്കെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം കോൺഗ്രസിൻ്റെയും സമാനമായി അതിനുശേഷം നടന്ന പല പരിപാടികളിലെയും അതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ തന്നെ ഉത്തരവാദിത്തം വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് കൂടി ഈ കേസിൽ കാണുകയാണോ കോടതി? അതെ, കോടതി ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല, കർശന നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചന ആദ്യഘട്ടം മുതൽ തന്നെ ഈ വഞ്ചൂരിലെ കേസ് പരിഗണിച്ചതിന്റെ ആദ്യഘട്ടം മുതൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് നേതാക്കളുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല, അവരെ എന്തേ നിങ്ങൾ കണ്ടില്ല എന്ന രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിനോടും പോലീസിനോടും അതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വഞ്ചൂർ സംഭവത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതോടൊപ്പം തന്നെ അവിടുത്തെ MLA മാരായ VK പ്രശാന്ത്, വി ജോയി കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അതിനു പുറമെ CPI നേതാക്കളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ, ബിനോയ് വിശ്വം അടക്കമുള്ളവരും ഹൈക്കോടതിയിൽ ഹാജരായി എന്തുകൊണ്ടാണ് ഇങ്ങനെ റോഡ് കെട്ടിയടച്ച് പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ ഗതാഗത കുരുക്കുണ്ടാക്കി ഒരു സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായതെന്ന കാര്യത്തിൽ വിശദീകരണം നൽകണം. അതിനു പുറമെ കൊച്ചിയിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് ഹാജരായി ഈ സാഹചര്യം വിശദീകരിക്കേണ്ടി വരും. പുട്ട വിമലാദിത്യയോട് നേരിട്ട് ഹാജരാകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അന്ന് ഈ കോർപ്പറേഷനെതിരായ സമരത്തിൽ പങ്കെടുത്ത എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLAയും ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. അതായത് പൊതുജനങ്ങളെ റോഡിൽ ഉയരുന്നതുമായി ബന്ധപ്പെട്ട അനധികൃത ബോർഡുകൾക്കെതിരെ കർശനമായ രീതിയിലേക്ക് അതിന്റെ മോണിറ്ററിംഗ് അടക്കം സർക്കാരിന്റെ ഉത്തരവാദിത്തമായി കൊണ്ട് തന്നെ വരികയാണ് കോടതി. ഇപ്പോൾ ഈ സംഭവത്തിൽ എന്തായാലും ഇതിന്റെ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ തുടർ നടപടികളോ മറ്റെന്തെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ ഈ നേതാക്കൾ ഹാജരാകണം എന്നതിനപ്പുറത്തേക്ക്?
ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷണറും നേതാക്കളും അടക്കം ഹാജരായി അവരുടെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും അടുത്ത ഘട്ട നടപടിയിലേക്ക് ഹൈക്കോടതി പോവുക. നേരത്തെ തന്നെ അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്ത് നടപടിയാണ് എടുത്തതെന്ന് കോടതി പോലീസിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേസുകളുടെ വിശദാംശങ്ങൾ കോടതി നേരിട്ട് ചോദിച്ചറിയുകയും അപ്പോൾ ഈ ഗതാഗത കുരുക്കുണ്ടാക്കുന്നതിനും സ്റ്റേജ് കെട്ടിയതിനുമെതിരെ കേസെടുത്തുവെന്ന് തിരുവനന്തപുരത്ത് നിന്നെത്തിയ പോലീസ് സംഘം കോടതിയെ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് പോരാ, പോലീസിന്റെ വിശദീകരണം പോരാ, അവിടെ എന്താണ് സംഭവിച്ചത്, ഇത് ഉണ്ടായ സംഭവം അടക്കം നേതാക്കളടക്കം നേരിട്ട പരിപാടിയിൽ പങ്കെടുത്ത